തെറ്റ് പറ്റിയാൽ അത് അംഗീകരിക്കാനുള്ള സന്മനസ്സെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ സ്റ്റുപ്പിഡ് എക്സ്പ്ലനേഷൻസ് നിർത്തിയിട്ട് കാര്യമില്ല. ആ കുട്ടി മരിച്ചു പോയിരുന്നേ നിങ്ങൾ ആരോട് എന്ത് സമാധാനം പറയും? തക്ക സമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഓവറാനാണ് ഞാൻ റാഫേലിന് നൽകിയത്. എന്തോ പെട്ടെന്ന് റിയാക്ഷൻ ആയതാണ്. മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളെ പഠിപ്പിക്കാൻ വരെ ഡിഗ്രി ഉള്ളവളാ ഈ സുബ്ബലക്ഷ്മി. എന്റെ അടുത്ത് നിങ്ങളുടെ അഭ്യാസമൊന്നും വേണ്ട. റാഫേലിന്റെ മുറിയിൽ സ്നേക് മെനത്തിന്റെ ആംബ്യൂൾ എങ്ങനെ വന്നു എന്നാ എനിക്കറിയേണ്ടത്. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കാൻ എനിക്കറിയാം. പോലീസ് കസ്റ്റഡിയിലാക്കേണ്ടത് ആ സാധു മനുഷ്യനെയല്ല, നിങ്ങളെയാണ്. അറിയാതെ ആംബ്യൂൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചാൽ പോരെ നമ്പ്യാരെ. വെറുതെ എന്തിനാ ഇങ്ങനെ കൊണ്ടു കളിക്കുന്നത്? ശരിയാണ്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതിനെന്ത് നടപടി വേണമെങ്കിലും എടുത്തോളൂ. ഇങ്ങനൊരു സംഭവം ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. അബദ്ധമാണെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. നോ, ഇതിനെ അബദ്ധം പറയാൻ പറ്റില്ല. ലക്ഷ്മി പ്ലീസ്, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമ്മൾ തന്നെ ഇതൊരു ഇഷ്യൂക്ക് മാറ്റിയാൽ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ വരെ ബാധിക്കില്ലേ? എന്തിനും ഒരു കോംപ്രമൈസ് ആവശ്യമാണ്. ശരി, കോംപ്രമൈസ് ആകാം. ഒന്ന്, കാർലോസിനെ ഈ നിമിഷം തന്നെ പോലീസ് കസ്റ്റഡിയിൽ നടക്കണം. ഓക്കെ. മറ്റൊന്ന്, ഇനി മുതൽ റാഫേൽ നമ്പ്യാരുടെ പേഷ്യന്റ് അല്ല, എന്റെ പേഷ്യന്റ് ആയിരിക്കും. ഇടയ്ക്ക് ചെറിയ സെഡേഷൻ ഉണ്ടാകും, അത് സാരമാക്കാനില്ല. ഒരാഴ്ച കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം. ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ആ, ആരാ? ഞാൻ ഇവിടെ അടുത്ത മുറിയില്. തൽക്കാലം വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല. കുട്ടി പുറത്തു പോണം. എവിടെയായിരുന്നു ഇതുവരെ? ഇത്തിരി ചൂടുവെള്ളത്തിന് വേണ്ടി എത്ര നേരമായി അന്വേഷിക്കണു? ചൂടുവെള്ളല്ലേ ഫ്ലാസ്കിലിരിക്കണത്? ഇത്തിരി അങ്ങെടുത്ത് കുടിച്ചാലെന്താ? ദേ, കഴിക്കാനുള്ള ഗുളിക ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ആരും അറിയാതെ കഴിക്കുന്ന ലഡു ഇതിനകത്തുണ്ട്. പിന്നെ എന്താ വേണ്ടത്? മനുഷ്യനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല എന്ന് വെച്ചാ വലിയ കഷ്ടം തന്നെയാ. എനിക്ക് ഡൽഹിയിലേക്ക് ഒരു എസ്റ്റിഡി വിളിക്കണം. എന്തിനാ? അച്ഛനെ അമ്മയും വരുത്താനോ? ഇല്ല, വരില്ല. സ്വന്തം മോളെ പോലും കാണാൻ വരുന്നില്ല. പിന്നില്ലേ മുത്തച്ഛനെ. ബിസിനസ് വലിയ തിരക്കാത്രേ. ഇങ്ങനെയുണ്ടോ ഒരു തിരക്ക്? കുട്ടിക്ക് ഇതെന്താ പറ്റിയേ? ഏതോ ബാധ കയറിയ ലക്ഷണമുണ്ട്. ഡോക്ടർ പരിശുദ്ധ മാതാവാ, എന്റെ മോനെ രക്ഷിച്ച മാതാവ്. ഒരിക്കലും മറക്കില്ല കേട്ടോ. നന്ദിയുണ്ട്. എന്റെ കടമയല്ലേ ഞാൻ ചെയ്തത്, എന്റെ ഡ്യൂട്ടി. അതിന് ഇത്രയേറെ നന്ദി പറയേണ്ട കാര്യമുണ്ടോ? അതിരിക്കട്ടെ, പോലീസുകാര് കാർലോസിനെ ഉപദ്രവിച്ചോ? ഉപദ്രവിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ പോലീസല്ലേ. അതൊന്നും സാരില്ല, എന്റെ മോൻ രക്ഷപ്പെട്ടൂലോ. മോന്റെ കാര്യത്തില് ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല. കാർലോസ് സമാധാനായിട്ട് പോയിക്കോളൂ. ഇനി മുതൽ ഡോക്ടറമ്മയാണ് ചികിത്സിക്കാൻ പോണെന്ന് കേട്ടപ്പോ സന്തോഷായി. എന്തായത്? മനസ്സിന്റെ വിഷവും മാറ്റാൻ അല്പം ബ്ലാക്ക് ടീ കഴിക്കുക. സ്നേഹലത റാഫേലിൽ ഇഞ്ചെക്ട് ചെയ്യാൻ എടുത്ത മരുന്ന് മാറിപ്പോയെന്നും പറഞ്ഞ് പലരും വഴക്കു പറഞ്ഞപ്പോ സത്യത്തെ വേദനിച്ചത് എന്റെ ഹൃദയമാണ്. എനിക്ക് മരുന്ന് മാറിയിട്ടില്ലെന്ന് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ പിന്നിൽ ചില കള്ളക്കളികളുണ്ട്. റാഫേലിനെ വകവരുത്താനുള്ള കൊലപാതക ശ്രമമായിരുന്നത്, അല്ലാതെ മരുന്ന് മാറി കുത്തിവെച്ചൊന്നും അല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുള്ള ജോലി കളയല്ലേ. ആര് പറഞ്ഞ ആവശ്യമില്ലാത്താണെന്ന്? ഈ വർമ്മ സാർ ഡോക്ടർ സുബ്ബലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കഥകള് നാട്ടിൽ പാട്ടാണ്. അതിന്റെ പാരഡി ഗാനങ്ങൾ വരെ മണി ഇറക്കിയിട്ടുണ്ട്. എന്റെ കുടുംബം പട്ടിണിയാക്കരുത്, എന്നെ അങ്ങ് വിട്ടേരെ. ചേട്ടാ, അന്യർക്കുള്ള പ്രവേശനമില്ല. സത്യം പറയട്ടാ, ചേട്ടൻ വേദനിക്കുന്ന ഒരു ആത്മാവല്ലേ. ചേട്ടന് വിഷമങ്ങളുണ്ട്, എനിക്ക് വിഷമങ്ങളുണ്ട്. വിഷമങ്ങളൊക്കെ തീർക്കാൻ ഈ ലോകത്ത് ഒരൊറ്റ ഔഷധമേ ഉള്ളൂ. സാധനമുണ്ടോ? സാധനം നമുക്ക് ബാറിൽ ചെന്ന് കഴിക്കാം. അവിടെ ആവുമ്പോ തീരുമ്പോ അടിച്ചുകൊണ്ടിരിക്കാം. ഡ്യൂട്ടി സമയത്ത് ഞാൻ മദ്യപിക്കാറില്ല. പിന്നെ ഒരിക്കലാകാം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ മുങ്ങി വരാൻ പൊക്കോ. അയമുട്ടി നല്ലവന. അല്ലെങ്കിൽ ഇക്കാലത്ത് ആര് 2 ഫുൾ ബോട്ടിൽ ചക്കാത്തിന് വേണ്ടി ചേരും?
എന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ അവനോടും പറഞ്ഞു, അവന്റേതെല്ലാം എന്നോടും പറഞ്ഞു. ഈ മഴ കണ്ടോ? ഈ മഴ ഇടുക്കി പെയ്തിരുന്നെങ്കിൽ പവർ കട്ട് മാറിയാന്. അതെങ്ങനെ മനുഷ്യര് നെറിയേട് കാണിക്കല്ലേ? അപ്പൊ പിന്നെ പ്രകൃതിയും നെറിയേട് കാണിക്കാണ്ടിരിക്കുവോ? ജൂണിൽ പെയ്യേണ്ട മഴ ജൂലൈ പെയ്യും. ഒന്നും ശരിയല്ല. മൊത്തത്തിൽ ഒരു പൊളിച്ചുപണി അത്യാവശ്യമാണ് ഇവിടെ. എംഡിയോട് പറഞ്ഞാൽ പൊളിച്ചെടുക്കാനുള്ള എല്ലാ ഒത്താശകളും അദ്ദേഹം തന്നെ ചെയ്തു തരും. തന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. വാർഡിൽ എത്തിച്ചാൽ ട്രിപ്പ് കൊടുത്തു വിടാം. എന്തായത്? ഈ മാസം ആദ്യം ഉണ്ടായ വീൽ ചെയർ സംഭവത്തിൽ എന്റെ ശമ്പളത്തിൽ പാതി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇന്നലത്തേതും കൂടി ആയപ്പോൾ അത് മുഴുവനും കട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായി. ഇനി ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്കല്ലാതെ എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്നും മനസ്സിലായി. ഇതെന്റെ രാജിക്കത്താണ്, സ്വീകരിച്ചാലും. അത്രയേ ഉള്ളൂ. നിക്ക, ഇന്നലെ താൻ എന്തൊക്കെ ചെയ്തെന്ന് വല്ല ഓർമ്മയുണ്ടോ? സ്വപ്പം മുമ്പാ കെട്ടിവിട്ടത്. മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞു. ആംബുലൻസിന്റെ ചില്ല് മൊത്തത്തിൽ തകർത്തു. മോർച്ചറി കയറി 2 ശവശരീരങ്ങളെ തെറി വിളിച്ചു. പിന്തിരിപ്പിക്കാമെന്ന വാച്ച്മാന്റെ കർണത്തടിച്ചു. അയാളുടെ ഒരു പല്ല് പോയി. ഓക്സിജൻ സിലിണ്ടർ ആണെന്ന് കരുതി സ്നേഹലതയെ പൊക്കിയെടുത്ത് 104 ഹാജിയാരുടെ മുറി വെച്ചു കൊടുത്തു. പച്ചവെള്ളമാണെന്ന് കരുതി 304 ആസ്മ പേഷ്യന്റിന്റെ വായിലെ സ്പിരിറ്റ് ഒഴിച്ചു കൊടുത്തു. അയാൾ വലിച്ചു കിടക്കുകയാണ്. മതി മതി മതി, ഇനിയുണ്ട് സാർ. ഒന്നും കേൾക്കണ്ട. ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച് ലക്ക് കെട്ടാൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇപ്പൊ മനസ്സിലായല്ലോ. നാളെ മുതൽ തന്നെ പ്രൊമോഷനോടെ ഫാർമസിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുതലാളി. നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയാ ശമ്പളത്തിൽ നിന്ന് പണം കട്ടിയെന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായോ? മാസശമ്പളം 1 പൈസ പോലും കുറയാതെ ഗോപാലിനെ തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഇത്രയും വലിയൊരു മനസ്സിന്റെ ഉടമയാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങ് എന്റെ ദൈവമാണ്, എന്റെ അച്ഛനാണ്. അങ്ങയെ ഞാൻ തെറ്റിദ്ധരിച്ചു. സാരമില്ലടോ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. അങ്ങൊരു ബൂർഷയാണെന്ന് കരുതി ദിവസവും തന്നുകൊണ്ടിരുന്ന ചായയിൽ ഞാൻ മനഃപൂർവ്വം വിരലുകൊണ്ട് ഇളക്കിയിരുന്നു. എല്ലാ ദിവസവും ഞാൻ കുടിച്ചതിന്റെ മിച്ചമാണ് അങ്ങ് കുടിച്ചുകൊണ്ടിരുന്നത്. എടോ, എന്തിനധികം പറയണം, എന്റെ എച്ചിലാണ് അങ്ങ് കുടിച്ചുകൊണ്ടിരുന്നത്. യു ആർ ഡിസ്മിസ്ഡ്. ഇപ്പോ ത്രോട്ടിന് പെയിനൊന്നും ഇല്ലല്ലോ? ഇല്ല. വെരി ഗുഡ്. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? വെറുതെ. കാണണമെങ്കിൽ പോയി കണ്ടോളൂ. അവിടെ എഴുന്നേക്കണ്ട, ഇരുന്നോളൂ. അച്ഛൻ എപ്പോ വന്നു? രാവിലത്തെ ഫ്ലൈറ്റിൽ. മോളെ അവിടെ കണ്ടില്ല. എന്റെ മുത്തച്ഛനാ പറഞ്ഞത് ഈ മുറിയിൽ കാണുമെന്ന്. ഇപ്പൊ അസുഖം എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഹൈ, ആരാണിത്? മോനറിയില്ലേ? ചിറ്റടുത്തെ മാധവ മുതലാളിയാണ്. മനസ്സിലായി. പൊള്ളാച്ചിന്ന് മൊത്തമായിട്ട് കാളനെ വിലക്ക് വാങ്ങാൻ ആദ്യമായിട്ട് എനിക്ക് പൈസ തന്നത് മൂപ്പരാണ്. മുതലാളി എനിക്ക് മറക്കാൻ പറ്റില്ല. കാളനെ എവിടെ കണ്ടാലേ എനിക്ക് മുതലാളി ഓർമ്മ വരും. അച്ഛനെ മരുന്ന് കഴിക്കണ്ടേ? മോളെ മുത്തച്ഛനെ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. മുതലാളി ഇങ്ങോട്ട് ഇരിക്കുക. ഇരിക്കാം. കാർലോസ് വരും. നമുക്ക് നടന്നിട്ട് വരാം.